അങ്ങനെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തായിരിക്കും. തൃശ്ശൂർ പോണ്. അപ്പം നമ്മുടെ കാറിതാ വന്ന്. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ പോകാം. ഭയങ്കര വെയിലും ഭയങ്കര ഓവർലോഡ്. അതുകൊണ്ട് സാധനങ്ങൾ ഒരു ലോഡുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചതും കൊണ്ടുവന്നതുമല്ല. പിന്നെ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എന്താ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. വെയിലൊട്ടുമില്ല. അത് കണ്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലായാലും വെയിലൊട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴാനൊന്നും പറ്റൂല, കാരണം ഓൾറെഡി ഇവിടെ നടയൊക്കെ അടച്ചു. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുവരെ വന്നപ്പോൾ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. കാരണം ഇനിയൊന്നും നമ്മളിപ്പോഴൊന്നും ഇങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. അപ്പം ഒന്ന് കണ്ടിട്ട് നമ്മൾ പോവും. ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. ഇവിടെ എപ്പോഴെങ്കിലും വരണമെന്നുണ്ട് ഒന്ന് തൊഴാനായിട്ട്. അതിന് എപ്പം പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും നമ്മൾ വരും എപ്പോഴെങ്കിലും. ലൈഫ് ഇങ്ങനെ കിടക്കില്ലേ അല്ലേ? ഞാൻ ബാക്കി കാണിച്ചു തരാം. എന്തൊരു കാതിലിങ്ങനെ തൂങ്ങി കിടക്കുന്ന ഊരി മാറ്റണം. അപ്പോൾ ഭയങ്കര വെയിറ്റ്. അത് കാതിലും വെയിറ്റ്, കയ്യിലും വെയിറ്റ്. അമ്മോ ചത്ത് ഉച്ചപ്രാന്ത് ആണെന്ന് തോന്നുന്നു. ഇതാ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഇവിടെയാണ് എല്ലാ ഇതും നമ്മളിതാ കറങ്ങി വന്നിട്ടുണ്ട്. റൗണ്ടും എന്താണ് ഇവിടെ ഉള്ളതെന്ന് കാണാനാണ് കറങ്ങി വന്ന്. ചിത്തുവും ചേട്ടനും വന്നില്ല. മാമിയൊക്കെ അവിടെ നിൽക്കണം. ഞാനും ബിബിചേട്ടനും കൂടെയാണ് ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. നല്ല രസമാണ്. ഇത് കോവിലാണ്. കോവിലിൻ്റെ ഏതോ ഒരു നടയാണ് ഗായ്സ്. നല്ല കിട്ടില്ല, വലിയ മരം ഉണ്ട്. ഇത് നമ്മളെ ട്രിവാൻഡ്രം മ്യൂസിയം പോലെയാണെന്ന് തോന്നുന്നു. മുക്കിന് മൂലയിൽ കപ്പിൾസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് മ്യൂസിയത്ത് മറ്റേ കനകുന്നില്ലേ, അതുപോലെയാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ. എല്ലാ കപ്പിൾസും ഇവിടെ വന്നിരിപ്പുണ്ട്. ഐ തിങ്ക് ഇവർക്ക് ഇവിടെ വന്നിരിക്കാൻ ആരും കാണില്ല എന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഇതാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു നടക്കാൻ ചരാവെ. നമ്മളിപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ള ബുദ്ധിയുള്ള ആൾ പറഞ്ഞു 3 മണിക്ക് വണ്ടിയിലാണ് വന്നത്. 3 മണിക്കാണ് ട്രെയിനെന്ന്. ഓക്കെ, 3 മണിയിൽ ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ടെന്നും പറഞ്ഞ് നിന്നപ്പം വെളുപ്പിനെ 3 മണിക്കുള്ള ട്രെയിനാണ്. എന്നാൽ ഇന്ന് വെളുപ്പിനുണ്ടായിരുന്നു 3 മണിക്കുള്ള ട്രെയിനാണ് ഒരു ബുദ്ധിയുള്ള ആൾ ബുക്ക് ചെയ്ത് വെച്ചത്. കാണിച്ചു തരാറ്. ഈ ആളാണ് ശിവചേട്ടനാണ് 3 മണിക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇപ്പം എത്തിയില്ല. ഇപ്പം ട്രെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ എങ്ങനെ പോകുന്ന ഒരു എത്തിപ്പിടുത്തവും ഇല്ല. ഇവിടെ നെല്ല് നമുക്ക് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം ടിക്കറ്റ് എന്തെങ്കിലും കിട്ടുമോ എന്നത്. റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി ഫുള്ളാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ വന്നത് അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് തറയിലിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രെയിൻ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രെയിൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഞാനും ചിത്തുവും ഡെഡാവും. ഞങ്ങൾക്ക് ബസ്സിൽ ഇത്രയും ട്രാവൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഒന്നിവിടെ
ടിക്കറ്റിൻ്റെ കാര്യം ഒന്ന് നോക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ നമുക്ക് ട്രെയിൻ കിട്ടി. ഏത് സീറ്റാണ്? നമുക്ക് സീറ്റ് ഏതോ സീറ്റൊക്കെ കിട്ടി. ആരുടെ സീറ്റൊന്നും നടന്നുകൂടെ എടുത്ത് വെളിയിൽ കളയുന്നില്ല. ജനറൽ. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. ബിബിൻ ചേട്ടൻ സീറ്റ് ഉണ്ടായിട്ട് നിൽക്കുകയാണ്. പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. മാമിതോ ഇവിടെയുണ്ട്, ആരെയോ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ എവിടെ എത്തി മാമി? ആലുവയിൽ നമ്മളെത്തി. ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട് ട്രിവാൻഡ്രത്തെത്താൻ. നല്ല വെട്ടമുണ്ടല്ലേ. നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാൻ. ഇനി എപ്പോൾ എത്തുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം മണി 4:41 ആയി. പെട്ടെന്ന് എത്തുമായിരിക്കും. എന്തായാലും നോക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. കാരണം നമുക്ക് ട്രെയിനൊന്നും ഇല്ലായിരുന്നു വരാനായിട്ട്. കിട്ടിയ ട്രെയിനിൽ കയറണം വന്നപ്പം ഇവിടെ സീറ്റ് കിട്ടില്ലെങ്കിൽ ബാത്റൂമിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് നമ്മൾ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എവിടെ എത്തും. മമ്മി ഇവിടെ ഒരാള് എൻ്റെ കോഴിത്തനം കാണിക്കുകയാണ്. അപ്പുറത്തിരിക്കണവരെ നോക്കി കമൻ്റ് അടിക്കുകയാണ് ഗായ്സ്. മാമിയും ചേട്ടനും കൂടെ. അല്ലേ മാമി? കൊട്ടുകൊള്ളുവേ ഗായ്സ്. അങ്ങനെ നമുക്കിപ്പം കൊല്ലം എത്താറായിരുന്നു തോന്നുന്നു. കുറേ നേരം ട്രെയിനിൻ്റെ ഒക്കെയാണ്. ഏകദേശം ഡെഡായി തുടങ്ങി. ഈ തൊണ്ടയൊക്കെ വേദന എടുക്കും. നമ്മൾ ട്രാൻസ്ഫർ എത്തുമ്പം ഇനി ഒരു 9:30 എങ്കിലാവും. അയ്യോ, എൻ്റെ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായി. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സ്നാപ്പിൽ നിന്നാണ് ആ അവസ്ഥ എത്തിയത്. ഇനിയിപ്പം വീട്ടിൽ പോവുക, എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് ജോലിക്ക് പോവുക. റിപ്പീറ്റ്. ഇനി കുറേ നാളിലേക്ക് അത് തന്നെ. വേറെ ഒരു ഗായ്സ്. അങ്ങനെ നമ്മളിതാ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുക്കണം, വീട്ടിലോട്ട് പോകണം. ഞാൻ ഓൾമോസ്റ്റ് ഡെഡായി. എൻ്റെ തൊണ്ടയൊക്കെ വേദന എടുക്കുകയാണ്. വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോവുക, ഒന്ന് ഫ്രഷ് ആവുക, കിടന്ന് ഉറങ്ങുക. എന്തെങ്കിലും മെഡിസിനും കൂടെ കഴിക്കണം. മിക്കവാറും പനി പിടിക്കണം. കോളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി വീഡിയോസ് എടുത്തിടാം.